അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഫോൺ സംഭാഷണ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉമ്മാക്ക് ഫോൺ വിളിച്ചിട്ട് ഉമ്മാനെ സന്തോഷിപ്പിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പൊന്നുമകൻ്റെ വാക്ക് കേട്ടപ്പോൾ ഉമ്മ അറിയാതെ കരഞ്ഞു പോവുകയാണ്. എത്രയോ വിദ്യാർത്ഥികൾ മതപര ഇൽമു പഠിക്കാൻ വേണ്ടി പല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മാനെ അവർ വിട്ടയച്ചിട്ടാണ് അവർ പോയി താമസിച്ചുകൊണ്ട് ഏതും 8-10 വർഷത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ പോവുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഉമ്മാക്ക് ഫോൺ വിളിക്കുമ്പോൾ പല കുട്ടികളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിനീതനും അങ്ങനെ തന്നെയാണ് സ്ഥാപനം പഠിച്ചിട്ടുള്ളത്. ഞാനും ചെറിയ പ്രായം ഇരിക്കുമ്പോഴും ഉമ്മാക്ക് ഫോൺ വിളിച്ചിട്ട് കരഞ്ഞ ചരിത്രങ്ങളാണ് ഒരുപാടുള്ളത്. കാരണം അത്രയും സ്നേഹമായിരുന്നു ഉമ്മയോട്. അവരെ വിട്ടയച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പൊന്നുമകന് ഉമ്മാക്ക് ഫോൺ വിളിച്ചിട്ട് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്. ആ വാർത്ത കേട്ടപ്പോഴാണ് ഉമ്മ അറിയാതെ കണ്ണുനീരിലായി കരഞ്ഞു പോയത്. പൊന്നുമകൻ പറഞ്ഞതെന്താണ്? ഉമ്മ, നിനക്ക് വേണ്ടി ഞാൻ സ്വർഗത്തില്, നിനക്കും എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ സ്വർഗത്തില് ഒരു കൊട്ടാരം പണിതിരിക്കുകയാണ്. അതിനു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ നോക്കൂ, നാം നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എത്രയോ മക്കൾ വഴികേടിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നന്നാകുമ്പോൾ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. അറിയാതെ പൊന്നുമകൻ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇരു കരകൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, എന്നെ ചെറിയ പ്രായത്തിൽ നല്ല രീതിയിൽ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയും വാപ്പയും അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിലുള്ള ഒരു കൊട്ടാരം കൊടുക്കണമെന്ന് എന്തും തെറ്റു ചെയ്യാത്ത പാവപ്പെട്ട മുതഅല്ലിമായ ഒരു മനുഷ്യൻ. അദ്ദേഹം രാപ്പകലുകളിലും മുഴുവനും കിതാബും ഖുർആനുമായിട്ട് സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു തെറ്റുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ഇരുകരകൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും അവൻ്റെ ദുആനെ തട്ടിമാറ്റൂല, സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. പൊന്നുമകൻ അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തിയിട്ട് പറയുകയാണ്, റബ്ബേ, എൻ്റെ പൊന്നാര ഉമ്മാക്ക് വാപ്പാക്ക് നീ സ്വർഗത്തിൽ കൊട്ടാരം പണിത് കൊടുക്കണമെന്നുള്ള ദുആ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ ഒരു രംഗത്തെക്കുറിച്ച് ഉമ്മയോട് പറയുമ്പോൾ മനസ്സിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞ വാക്ക് കേട്ടത്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ മക്കൾ നാം വളർത്തേണ്ടത്. എങ്ങനെയാണ് വളർത്തുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള നല്ല മക്കളാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് തന്നെ പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഫിഖിന്റെ ഗ്രന്ഥത്തിൽ അവർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ നമ്മുടെ പ്രവാചകരെ കുറിച്ച് പഠിപ്പിച്ചു തന്നാൽ നമ്മുടെ മക്കൾ ഒരിക്കലും വഴി തെറ്റൂല എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ നല്ല രീതിയിൽ നല്ല വഴിയിലാണ് അവർ സഞ്ചരിക്കുകയുള്ളത്. ആ പ്രവാചകൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവർത്തനങ്ങൾ എന്താണ്, അതൊക്കെ നാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പൊന്നുമകൻ പറഞ്ഞതുപോലെ ദുഹാ നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് എന്നാണ്. ദുഹാ നിസ്കാരം പ്രവാചകർ പഠിപ്പിച്ച ഒരു നിസ്കാരമാണ്. പ്രവാചകർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ നിസ്കാരമാണ്. അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ള പൂർണ്ണബോധം നമുക്ക് വേണം. പ്രിയമുള്ള സഹോദരന്മാരെ, എത്ര മഹത്വമാണ് ദുഹാ നിസ്കാരത്തിനുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഔസാനി ഖലീലി ബിസലാസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ വസിയത്ത് ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാണ്, 1, എല്ലാ മാസവും 3 നോമ്പ് നീ നോക്കണമെന്ന്. രണ്ടാമത് പറഞ്ഞത് നീ ദുഹാ നിസ്കരിക്കണമെന്നാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കാരം നിസ്കരിക്കണമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പ്രവാചകർ വസിയത്ത് നൽകിയതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. ദുഹാ നിസ്കാരത്തെ മഹത്വത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു ഹദീസിനെ കുറിച്ച് പറയുകയാണ്. ആരെങ്കിലും ഒരാള് സുബ്ഹിക്ക് എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹം ഓരോ മഫ്സലുകൾക്കും അവൻ്റെ അവയവത്തിലുള്ള ഓരോ കെണിപ്പുകൾക്കും സന്ധികൾക്കും അവൻ സ്വതക്ക ചെയ്യണമെന്നാണ്. ഏകദേശം 360ഓളം കെണിപ്പുകളാണ് ഒരു മനുഷ്യന്റെ അവയവത്തിലുള്ളത്.
അപ്പോൾ ആ 360 അവയവത്തിന് ഓരോ രീതിയിലുള്ള സ്വതക്ക ചെയ്യണമെന്ന് പ്രവാചകർ കൽപ്പിക്കുകയാണ്. സ്വഹാബത്ത് പെട്ടെന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ അത്രയൊക്കെ പണമില്ല നബിയെ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. കുല്ലു തസ്ബീഹത്തുൻ സദക്ക, എല്ലാ തസ്ബീഹുകളും സ്വതക്കയാണ്. കുല്ലു തഹ്ലീലിൻ സദക്കത്തുൻ, എല്ലാ തഹ്ലീലുകളും സ്വതക്കയാണ്. വകുല്ലു തക്ബീരിഹിം സദഖത്തുൻ, എല്ലാ തക്ബീറുകളും സദഖയാണ്. വകുല്ലു തഹ്മീദിഹിം സദഖത്തുൻ, എല്ലാ ഹംദുകളും സദഖയാണ്. ഒക്കെ മതിയാക്കുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ട്, അതാണ് സ്വഹ. അപ്പോൾ 360 മഫ്സലുകൾക്ക്, 360 സന്ധികൾക്ക് സ്വതക്ക കൊടുക്കാൻ ഈ 2 റക്അത്ത് മതി എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ പോരിശയാക്കപ്പെട്ട മഹത്വമേറിയ ളുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിൻ്റെ യഥാർത്ഥമായ രൂപം എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരികയാണ്. ഇതിനിക്ക് ബാങ്കും ഇക്കാമത്തും ഇല്ല, സുന്നത്തില്ല. പിന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു നിസ്കാരം കൂടിയാണ്. ആദ്യം മുസല്ലയിലേക്ക് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിയത്ത് വെക്കുക, ഉസല്ലി സുന്നത്ത ദുഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാനില്ലാഹി തആല. അള്ളാഹുവിന് വേണ്ടി കിബിലാക്ക് മുന്നിട്ടവനായിട്ട് ളുഹ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ അള്ളാഹുവിലേക്ക് നിസ്കരിക്കുന്നു എന്നുള്ള ഒരു നിയത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ള നിസ്കാരത്തിലുള്ളതുപോലെ വജ്ജഹത്ത് ഓതുക, പിന്നീട് ഫാത്തിഹ ഓതുക, പിന്നീട് ശംസു വദ്ദുഹാഹ എന്നുള്ള സൂറത്തും അതേപോലെ സൂറത്തുൽ കാഫിറൂൻ എന്നുള്ള 1-ാമത്തെ റക്അത്തിൽ ഓതണം. പിന്നെ ശേഷം ബാക്കിയുള്ള നിസ്കാരം അങ്ങനെ തന്നെ നടത്തിയിട്ട് 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹായും സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ് ഫിഖിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാമത്തെ റക്അത്തിൽ സൂറത്തു ഷംസ് ഓതിയിരുന്നു, 2-ാമത്തെ റക്അത്തിൽ സൂറത്തു ദുഹ ഓതിയിരുന്നു എന്നാണ്. വേറൊരു ഹദീസ് എടുത്തു നോക്കിയാൽ കാണാം സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ് കൽപ്പിച്ചത്. അപ്പോൾ ഇതിനെ ജമ്മാക്കിയിട്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് 1-ാമത്തെ റക്അത്തിൽ വശംസ് വദ്ദുഹാ എന്നുള്ള സൂറത്തും സൂറത്തുൽ കാഫിറൂൻ ഓതണമെന്നാണ്, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദുഹയും സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്ന് ഫിഖിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുവിലേക്ക് ഇരു കരകൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാം. ഈ ളുഹാ നിസ്കാരത്തിൽ പ്രത്യേകമായ ഒരു ദുആയുണ്ട്. ആ ഒരു ദുആ നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ വിട്ടു തരികയാണ്. ആ ഒരു ദുആയും പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് 40 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം നിങ്ങൾ പറയേണ്ട ഒരു ദിക്റാണ്, ദുആയാണ്. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതർ റഹീം എന്നുള്ള ഒരു ദുആയ് നിങ്ങൾ എന്താക്കണം, 40 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലണം എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ റബ്ബിഗ്ഫിർലി, എനിക്ക് നീ പൊരുത്തു തരണേ അല്ലാ, വർഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാ, വതുബ് അലയ്യ, എൻ്റെ മേലുള്ള തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് മാത്രമല്ല, ഇന്നക അൻതർ റഹീം, അല്ലാഹുവേ നീ ആരാണെന്നറിയുമോ, നീ നല്ലവണ്ണം കരുണ ചൊരിയുന്ന അള്ളാഹുവാണ്, അതുകൊണ്ട് നീ എൻ്റെ എല്ലാ ദോഷങ്ങൾ നീ മാഫ് നൽകണം എന്നുള്ള ദുആ അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ഈ സാന്ദർഭികമായി അറിയിക്കുകയാണ്. അതുകൊണ്ട് ദുആ നിസ്കാരം നിസ്സാരമായി ഒരാളും തട്ടിമാറ്റാൻ പാടില്ല. അത് നല്ല രീതിയിൽ നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് ഇരു കൈകൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഇതുപോലത്തെ ഇൽമുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്.